കുമ്മാട്ടി എന്ന് കേട്ടിട്ടില്ലേ? കുമ്മാട്ടിക്കൂട്ടങ്ങൾ പലതരമുണ്ട്. തൃശ്ശൂർ കുമ്മാട്ടി, പാലക്കാട് കുമ്മാട്ടി, വയനാടൻ കുമ്മാട്ടി എന്നിങ്ങനെ. ഇതിൽ തൃശ്ശൂർ കുമ്മാട്ടിയുടെ കഥ നമുക്കൊന്ന് കേട്ടാലോ? മഹാദേവന്റെ കയ്യിൽ നിന്നും പാശുപതാസ്ത്രം വരമായി ലഭിക്കാൻ പഞ്ചപാണ്ഡവരിൽ ഒരാളായ അർജുനൻ കഠിന തപസ്സു ചെയ്യുകയും എന്നാൽ അർജുനന്റെ സാമർഥ്യം പരീക്ഷിക്കാൻ മഹാദേവൻ കാട്ടാള രൂപത്തിൽ വന്ന് അർജുനനുമായി യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. ഈ യുദ്ധത്തിൽ കേവലം ഒരു കാട്ടാളനോട് പരാജയപ്പെട്ട വിഷമത്തിൽ അർജുനൻ വിഷമിച്ചിരിക്കുമ്പോൾ മഹാദേവൻ സ്വരൂപം പ്രാപിച്ച് അർജുനനെ അനുഗ്രഹിക്കുകയും പാശുപതാസ്ത്രം വരമായി നൽകുകയും ചെയ്തു. ഈ സമയത്ത് പാർവതി സമേതനായി നിന്ന ഭഗവാന്റെ ഈ വിജയം ആഘോഷിക്കാൻ ധാരാളം ഭൂതഗണങ്ങൾ എത്തുകയും അവർ നൃത്തം ചെയ്ത് ദേവനെയും ദേവിയെയും ആനന്ദലഹരിയിലാക്കുകയും പിന്നീട് ഭഗവാൻ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കുടികൊള്ളുകയും പാർവതി ദേവിയുടെ ആഗ്രഹപ്രകാരം ഭൂതഗണങ്ങളോട് എല്ലാ വർഷവും ഓണക്കാലത്ത് തന്റെ പ്രിയ ഭക്തൻ മഹാബലിയോടൊപ്പം ഇവിടം സന്ദർശിച്ച് ഭക്തജനങ്ങളെ നൃത്തവും പാട്ടുമായൊക്കെ സന്തോഷിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. ഈ ഭൂതഗണങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ കുമ്മാട്ടികൾ.